യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സോനുമോളെ കണ്ടെത്തിയാലേ ഇവിടെ വേറെന്തെങ്കിലും നടന്നു എന്ന് പോലും നമുക്കറിയാൻ പറ്റും. വേറെന്ത് നടക്കാനമ്മേ? അറിയാതെ ഒരു വാക്ക് പറഞ്ഞു പോയതല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഏട്ടത്തി പറഞ്ഞില്ലേ? അതിലപ്പുറം ഒരു തെറ്റും ഏട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്കല്ലെങ്കിൽ അവളെയാണല്ലോ ഞങ്ങളെക്കാളൊക്കെ വിശ്വാസം. പക്ഷേ സോന പോയതിന് കാരണക്കാരി താനാണെന്ന് അറിയാമായിരുന്നിട്ടും അവള് തിരിച്ചു വന്നോന്നെന്ന് വിളിച്ചു ചോദിക്കാനുള്ള മര്യാദയെങ്കിലും നിന്റെ ഏടത്തി കാണിച്ചോടാ. ഏട്ടത്തി ആരെയാ അമ്മയെ വിളിച്ചു ചോദിക്കേണ്ടത്? ഫോൺ പോലും എടുക്കാൻ സമയം കൊടുക്കാതെ ദയയില്ലാതെ ഇറക്കി വിട്ട നിങ്ങളെയോ? മതിയടാ, ആ വിഷയം വിട്. സോനയെ അന്വേഷിച്ച് കണ്ടുപിടിക്കും വരെ അനുപമയുടെ പേര് പോലും ഇവിടെ ആരും പറഞ്ഞു പോകരുത്. നമ്മുടെ മനസ്സിലിപ്പോഴേ ഒരു പേര്, ഒരു മുഖമേ ഉള്ളൂ. അത് നമ്മുടെ സോനയുടെയാ, അവളുടേത് മാത്രം. ചേടാ, ഇത് ആരാ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നേ? ഈ അച്ഛനവിടെ പോയി? ഗേരെ കൊണ്ട് സൂര്യക്കേട് എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛാ, അച്ഛൻ ഇതെവിടെ പോയതാ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഓ, ഇതാണ്. എന്ത് ചോദിച്ചാലും എന്താ ഇത്ര ഗൗരവം? അച്ഛൻ പോയിട്ട് ആളെ വിളിച്ചോട്ടോ. പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ. അച്ഛൻ എന്തിനാ ഇവിടുത്തെ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയാ. അച്ഛൻ പോയിട്ട് ചീരൂരെ കൂട്ടിക്കൊണ്ടു വാ. എന്നാ പൊടിയുണ്ടോ? അച്ഛൻ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? എനിക്കിപ്പോ അവളോട് ദേഷ്യമൊന്നുമില്ല. അവള് ദയയുടെ വളകാപ്പിന് പോയില്ല എന്ന് അറിഞ്ഞപ്പോഴേ എന്റെ ദേഷ്യമൊക്കെ പോയി. അച്ഛൻ അവളെ പോയി വിളിച്ചോണ്ട് വാ. അവളോട് താമസിച്ചോട്ടെന്നേ. അച്ഛൻ ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കുന്നില്ലേ? ഇതിപ്പോ വന്നിപ്പോ അച്ഛൻ അവളെക്കാളും കഷ്ടമായിട്ട് വരുവാണല്ലോ. എടാ, നിന്റെ ആവശ്യമില്ലാത്ത സംസാരവും സ്വഭാവവും കൊണ്ടാ ചീരു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേ. അതിന് ഞാനിതിനെ അവളെ തിരിച്ചു വിളിക്കുന്നത്. എനിക്ക് പറ്റില്ല നിന്നോട് പലതവണ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അച്ഛൻ പോവില്ല? ഇല്ലാന്ന് മലയാളത്തിലല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ. ശരി, എന്നപ്പോ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതാ നല്ലത്. അതോ അല്ലോ, എന്റെ ഭാര്യയെ വിളിക്കാൻ എനിക്കറിയാം. അതോ അല്ലത്. അച്ഛൻ ഇങ്ങനെ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നുണ്ടാ അവൾക്ക് എന്റെ ഒരു വിലയില്ലാത്തത്. അല്ല വിനയ, ഞാൻ അവൾക്ക് കുറച്ചുകൂടി പരിഗണന കൊടുക്കുന്നതുകൊണ്ടാ അവൾ ഇപ്പോഴും നിന്റെ ഭാര്യയായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിലേ എന്നെ നിന്നെയും കളഞ്ഞ് അവൾ അവളുടെ പാട്ടിന് പോയനെ. എനിക്കൊരു സ്ട്രോങ് ചായ കേട്ടോ. എന്താ എന്റെ സുശീലേ, നീ ഏത് സമയത്തും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്ക്. പട്ടിണി കിടന്നു വല്ല അസുഖവും വരുത്തി വെച്ചാ നാളെ നിനക്ക് തന്നെ അതൊരു ഭാരമായി തോന്നും സുശീലേ. അല്ലെങ്കിലും എന്നെ താങ്ങാൻ നാളെ ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാൻ ഭാനുമ്മേ. എന്റെ മോളെ ഒരുത്തി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ദിവസം 1 കഴിഞ്ഞു. ഇതുവരെ ആർക്കെങ്കിലും അവളെ അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? അതിനേക്കാളും കഷ്ടമായിരിക്കും നാളെ എന്റെ കാര്യം. വഴിയിൽ വീണ് കിടന്നാൽ പോലും ആരും അന്വേഷിക്കാനുണ്ടാവില്ല. എന്റെ മോൻ ദിവാകരനാണല്ലോ, ഇവനെന്താ ഇവിടെ? ഇനി സോനയെ കുറിച്ചുള്ള വല്ല വിവരമായിട്ട് വന്നതാണ്.
ചേട്ടാ വരൂ. സോന അങ്ങോട്ടാണ് വന്നായിരുന്നു. സോനയോ? ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നതാ. എന്താടാ മോനെ, ഒരിക്കലെങ്കിലും അമ്മയെ ഇങ്ങോട്ട് വന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയല്ലോ. എനിക്ക് തോന്നാഞ്ഞിട്ടാണോ? വീട്ടിൽ വന്നാൽ നിങ്ങളെ കാണണ്ടേ? ഒന്നുകിൽ ഊര് ചുറ്റാൻ പോയി കാണും, അല്ലെങ്കിൽ ഈ വീട്ടിൽ കാവലിരിക്കുന്നുണ്ടാവും. മൂന്ന് നേരത്തെ ആഹാരത്തിന് മുട്ടുണ്ടായിട്ടാണോ അമ്മ ഈ വയസ്സാം കാലത്ത് ഇവിടെ വന്നിരിക്കുന്നത്? അമ്മ വാ, നമുക്ക് പോവാം. എടാ, നീ ഇങ്ങനെ പറയല്ലേ. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. പ്രശ്നം ഏത് വീട്ടിലാ അമ്മ ഇല്ലാത്തെ? എന്റെ വീട്ടിൽ ഇതിലും വലിയ പ്രശ്ന. അത് പറയാനാ ഞാൻ വന്നത്. അല്ല, ഇവിടെ എന്താ ഇത്ര വലിയ പ്രശ്നം ഇപ്പോ? അതെ, ഇവിടുത്തെ സോനമോള് നാത്തൂനുമായിട്ട് പിണങ്ങി കുഞ്ഞിനെയും കൊണ്ട് ഇന്നലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സുശീല അതിന്റെ മനോവിഷമത്തിൽ ഇരിക്കുക. ഇപ്പൊ ഞാൻ അവളെ തനിച്ചാക്കിയിട്ട് വരുന്നത് ശരിയല്ല ദിവാകര. അത് ശരി. സ്വന്തം മകന്റെ പ്രശ്നത്തെക്കാൾ വലുതാണോ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രശ്നം? എന്റെ ഭാര്യ ഹോസ്പിറ്റലിലാ. വീട്ടിലാണെങ്കിൽ പിള്ളേരുടെ കാര്യം നോക്കാനായിട്ട് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെ നോക്കണം. അമ്മ ഇറങ്ങിയേ, നമുക്കിപ്പൊ തന്നെ ഫ്ലാറ്റിലേക്ക് പോവാം. വാ അമ്മേ. എടാ അമ്മ മോനെ, വരാൻ. ഞാൻ പറയുന്നു നീ ഒന്ന് കേക്ക്. എനിക്കൊരു തലകറക്കം വന്നാ ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ സുശീലയും മക്കളുമാ. എനിക്ക് ഈ വീടുമായി അങ്ങനെ ചില കടപ്പാടുകളുണ്ട്. നീ കയ്യേന്ന് വിട് ദിവാകര. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ കൈയോടെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നത്. സ്വന്തം മകന് കൊടുക്കാത്ത പരിഗണനയൊന്നും നിങ്ങൾ ആർക്കും കൊടുക്കണ്ട. വാ, നമുക്ക് പോവാം. ഹാ വിടടാ. നിനക്കെന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? കയ്യെന്ന് വിടാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വരാനാ എടാ, പറഞ്ഞത്. വിടാൻ. ഇങ്ങോട്ട് വാ. നിന്നോടല്ല പറഞ്ഞത് എന്റെ അമ്മേ, കയ്യെന്ന് വിടാൻ. അമ്മ എടാ, പറയുന്നത് വിടാൻ. കേൾക്കുമ്പോ എന്താ? ഇങ്ങോട്ട് വരാനാ വിടാ പറഞ്ഞത്. അങ്ങോട്ട്. ഏയ്, ഈ അമ്മ ചേട്ടാ, എന്തീ കാണിക്കുന്നെ? എന്തേ കാണിക്കുന്നെ? വിട്. ഇവിടെ വെച്ച് ബലപ്രയോഗമൊന്നും വേണ്ട. കൈയെടുത്തേ. എന്താ എന്റെ അമ്മയുടെ കയ്യിലാ ഞാൻ പിടിച്ചത്? അത് എടുത്തു മാറ്റാൻ പറയാൻ നീ ആരാ? ചേട്ടന്റെ അമ്മയൊക്കെ തന്നെ. പക്ഷേ ഭാനു അമ്മയുടെ സമ്മതം ഇല്ലാതെ ഒരാൾക്കും ഇവരെ ഈ വീട്ടിൽ നിന്ന് ബലമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓഹോ, എന്നാ ഒന്ന് കാണണമല്ലോ. ദിവാകര വേണ്ട, നീ ഇപ്പൊ പോയിക്കോ. ഞാൻ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് വന്നോളാം. അത് പറ്റില്ല. ഏ ദേ ചേട്ടാ, ഞാൻ ഇതുവരെ പറഞ്ഞ മര്യാദയ്ക്കാ. ഈ മുറ്റത്ത് നിന്ന് മസിൽ പവർ കാണിച്ചാ പഴയ പരിചയമൊന്നും ഞാൻ നോക്കത്തില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ? എന്റെ അമ്മ നിന്റെ വീട്ടുകാര്യത്തിന് കിട്ടാത്തന്നെ കലിപ്പാണല്ലേ? ശമ്പളം കൊടുക്കാതെ കിട്ടുന്ന ഒരു വേലക്കാരിയാണല്ലോ നിനക്ക് എന്റെ അമ്മ. അവര് പോട്ടെ എന്തിനാ, നീ എന്തിനാ തടയുന്നേ? ഭാനു അമ്മ പോണേ പൊക്കോട്ടമ്മേ. പക്ഷെ ഇയാൾ ഒരുമാതിരി പിടിച്ചെട്ടി കൊണ്ടുപോകുന്നല്ലോ. കൊണ്ടുപോകാൻ നോക്കിയാലോ? എന്റെ അമ്മയെ ഞാൻ എങ്ങനെ കൊണ്ടുപോയാൽ നിനക്കെന്താടാ? നീ ആരടാ ഇടപെടാൻ? ഡോ, മോനെ വേണ്ട. എന്റെ മോൻ ഒരു വകതിരിവില്ലാത്തവന്. ദിവാകര നീ ഇപ്പൊ പോ. ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞില്ലേടാ. വന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇവൻ നിങ്ങളെ ഇവിടെ നിർത്തി ബലമായിട്ട് വീട്ടു ജോലി ചെയ്യിക്കാന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഇയാൾ പോയി എന്താന്ന് വെച്ചാ ചെയ്. ഭാര്യയുടെ വാക്കും കേട്ട് സ്വന്തം അമ്മയെ കളഞ്ഞിട്ട് പോയവനാ നീയെന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പോ ആ ഭാര്യയ്ക്ക് വീട്ടു ജോലി ചെയ്യിക്കാനല്ലേ നീ നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നത്? നീ പോയി കേസ് കൊടുക്കടാ. ബാക്കി ഞാൻ കോടതി പറഞ്ഞോളാം. മോനെ ഇന്ദിര, മോൻ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തി ജോലി ചെയ്യിപ്പിക്കുകയാണെന്ന്. എല്ലാവരുടെ എല്ലാ പഴി അവസാനം എന്റെ തലയിലാണല്ലോ.